ചെട്ടികുളങ്ങര ജനനി ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റി 9ാം വാർഷികവും പ്രതിഭാ പുരസ്കാരദാനവും നടത്തി. വനമിത്ര പുരസ്കാര ജേതാവ് പൂമരത്തണൽ സുനിൽ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെട്ടികുളങ്ങര ജനനി ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ 9ാം വാർഷികവും 2025 ജനനി പ്രതിഭാ പുരസ്കാര വിതരണവും വിവിധ ചടങ്ങുകളോടെ നടന്നു. സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം ലഭിച്ച പരിസ്ഥിതി പ്രവർത്തകനായ പൂമരത്തണൽ സുനിൽ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനനി പ്രസിഡന്റ് AG പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനനി സെക്രട്ടറി രാഹുൽ ഗോപി സ്വാഗതം പറഞ്ഞു. 2025 പ്രതിഭാ പുരസ്കാര സമർപ്പണം ഗ്രന്ഥകർത്താവും പ്രഭാഷകനും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ഏവൂർ മോഹൻദാസ് ബഹുമുഖ പ്രതിഭയായ അരവിന്ദ് സുദീപിന് സമർപ്പിച്ചു. ജനനി രക്ഷാധികാരി M പ്രഗത്ഭൻ ജീവകാരുണ്യ സന്ദേശം നൽകി. ഡോക്ടർ R ശിവദാസൻ പിള്ള, വേലായുധൻ നായർ, ഷാജി പുരുഷോത്തമൻ, മനോജ് മാവേലിക്കര, S ശ്രീകല, G അനിൽകുമാർ, R അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനനി വൈസ് പ്രസിഡന്റ് പ്രസാദ് പണിക്കർ കൃതജ്ഞത പറഞ്ഞു. ചെറിയ വലിയ മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചത് ദൈവങ്ങളുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. ഈ സാധാരണ കുറേ അധികം നാളാണെങ്കിൽ ഈ പൊതുരംഗത്ത് നിൽക്കുന്ന കുറേ അധികം സ്ഥലങ്ങളിൽ സംസാരിക്കാനൊക്കെയുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു നാട്ടിൽ മുട്ടുന്നൊക്കെ ഒരു വിറയ എന്നെ പറയാൻ പഠിപ്പിച്ച ആള് എനിക്ക് ഒപ്പിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പ് വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഇതുണ്ടാവും. പ്രകൃതിയുടെ ഗുരുസ്ഥാനം 2 പതിറ്റാണ്ട് കാലം മുമ്പ് ഞാൻ ജനിച്ചു വളർന്നത് മുട്ടം എന്ന പ്രദേശത്ത് ആയിരുന്നു. അവിടെ ഒരു ഏകദേശം 2 പതിറ്റാണ്ട് 2000 ശേഷം ഞാൻ ഒരുമിച്ച് ഇവിടുത്തെ ഇരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ സംഘടനയിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് എന്നെനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരുമിച്ച് സംഘ സംവിധാനത്തിൽ കൂടി, രാഷ്ട്രീയ സ്വയം സംഘത്തിൽ കൂടി, ഹിന്ദു ഐക്യവേദിയിൽ കൂടിയും ഒക്കെ ചേട്ടൻ്റെ ശിഷ്യനായി ചേട്ടൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കാൻ മഹാഭാഗ്യം ലഭിച്ചൊരു വലിയനാണ് ഞാൻ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെയൊക്കെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ചന്ദ്രത്തിൻ്റെ കൂടെ നിൽക്കുന്ന അഹിന്ദം കാണുന്ന ഒരു സുഗന്ധം എന്ന് പഴയ ആൾക്കാർ പറയുന്നത്, ആ ഒരു സുഗന്ധം എനിക്കും ആ ഒരു പരിമളം എനിക്ക് ഉണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായി കരുതുന്നു. അതുതന്നെയാണ് എനിക്കിന്ന് ദേവിയുടെ മണ്ണിൽ ചേട്ടൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കുവാനും ഇതുപോലെ നിങ്ങളോടൊപ്പം സംബന്ധിക്കുവാനും സാധിച്ചത്. CDNet ന്യൂസ്, കായംകുളം.